വിശുദ്ധ യൗസേപ്പിതാവിന്റെ പ്രതിഷ്ഠ 22-ാം ദിവസം. അത്യന്തം നിർമ്മലനായ യൗസേപ്പ്. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ്. പ്രഭാഷകൻ 26:15. ധ്യാനം. ഞങ്ങളുടെ ശ്രേഷ്ഠ പിതാവായ വിശുദ്ധ യൗസേപ്പേ, മഞ്ഞുപോലെ നിർമ്മലമായ ഒരു ഹൃദയം ദൈവം നിനക്ക് സമ്മാനിച്ചല്ലോ. പരിശുദ്ധയായ മറിയത്തെ ആദരപൂർവം ശുശ്രൂഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവസുതനെ വളർത്തിയെടുക്കുക എന്നീ 2 കാര്യങ്ങളല്ലാതെ നീ ഒന്നും ചിന്തിച്ചിട്ടില്ലല്ലോ. മനുഷ്യ ആയുസ് മുഴുവൻ നീ ദൈവത്തിൽ വസിച്ചു, ദൈവം നിന്നിലും വസിച്ചു. വിശുദ്ധിയിൽ വളരാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന മനസ്സാണ് ഞങ്ങളുടേത്. ആഗ്രഹിക്കുന്ന നന്മയേക്കാൾ ആഗ്രഹിക്കാത്ത തിന്മയിൽ വീണു പോകുമ്പോൾ ഹൃദയം തകർന്നു പോകാറുണ്ട്. ദൈവം കുടികൊള്ളുന്ന ആലയമായ ശരീരത്തെ ദൈവത്തിന് മാത്രം നൽകാൻ കഴിയാതെ പോകുന്നു. അതിജീവിക്കുന്ന പ്രലോഭനങ്ങളെക്കാൾ അടിപ്പെട്ടു പോകുന്ന പാപങ്ങളാണ് അധികവും. ഏറ്റവും നിർമ്മലനായ യൗസേപ്പേ, പിതൃവാത്സല്യത്തോടെ ഞങ്ങളെ നീ സഹായിക്കണം. ശൈശവത്തിന്റെ വിശുദ്ധിയും കൗമാരത്തിന്റെ നിഷ്കളങ്കതയും ഞങ്ങൾ നഷ്ടമാക്കിയിട്ടുണ്ട്. ഏറെ ഇടറി വീണ യൗവനമാണ് ഞങ്ങളുടേത്. നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കാനും ഒരു പുതുചൈതന്യം ഞങ്ങളിൽ നിറയ്ക്കാനും ശ്രേഷ്ഠ പിതാവേ, നിന്നിൽ ഞങ്ങൾ അഭയം തേടുന്നു. യൗസേപ്പ് നമ്മിലെ പരിശുദ്ധിയുടെ തിരുനാളത്തെ പ്രോജ്വലിപ്പിക്കാൻ സഹായിക്കും. ഹൃദയശുദ്ധിയുള്ളവരല്ലോ ദൈവത്തെ കാണുന്നത്. ദൈവസുതനെ യൗസേപ്പ് കണ്ടിടത്തോളം മഹനീയമായ വിധത്തിൽ ആരാണ് കണ്ടിട്ടുള്ളത്? നമ്മിലെ സ്നേഹത്തെ കാര്യമായി ശുദ്ധി ചെയ്യേണ്ടതുണ്ട്. വിഭജിക്കപ്പെടാത്ത സ്നേഹമാണല്ലോ ഏറ്റവും പരിശുദ്ധമായതും നിർമ്മലമായതും. എല്ലാറ്റിനെയും സ്നേഹിക്കുകയും വാഞ്ചിക്കുകയും ചെയ്യുന്ന മനസ്സ് വിഭജിക്കപ്പെട്ട മനസ്സാണ്. നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. നാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, പൂർണ്ണമായിട്ടല്ല എന്ന് മാത്രം. ഒരേ സമയം വസ്തു, ലോകത്തെയും സൃഷ്ടാവിനെയും ചേർത്തു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധി നഷ്ടമാകുന്നു. എന്നിലെ സ്നേഹത്തെ ത്യാഗം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിരന്തരം സ്നാനം ചെയ്യണം. ദൈവം നമ്മുടെ ഹൃദയത്തെ തൂക്കിയളക്കുമ്പോൾ നാം എവിടെയായിരിക്കും? പരിശുദ്ധി ആത്മാവിൻ്റെ ജീവനും പുണ്യങ്ങളുടെ റാണിയുമാണ്. സ്വർഗത്തിൻ്റെ തങ്കപ്രാവ് നിരന്തരം വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് പരിശുദ്ധിയുള്ള ഹൃദയത്തിലാണ്. ദൈവത്തിന് മാത്രമായി ഹൃദയം കൊടുക്കുമ്പോൾ ദൈവം അതിൽ വസിക്കും. യൗസേപ്പിൽ പരിശുദ്ധിയുടെ പരിമളം നിറഞ്ഞു നിന്നിരുന്നു. ദൈവസുതന്റെ പിതാവാകാൻ തിരഞ്ഞെടുക്കും മുമ്പേ തന്നെ ദൈവത്തിനായി അർപ്പിച്ച ഹൃദയമായിരുന്നു അവൻ്റേത്. ആ കരങ്ങളിൽ ദൈവസുതനെ വളർത്തി വലുതാക്കാൻ വച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിൻ്റെ ആനന്ദം അവർണ്ണനീയമായിരുന്നു. ആദി മാതാപിതാക്കൾക്ക് ഇടറിയത് കാഴ്ചയിലാണ്. ആത്മാവിൻ്റെ കോട്ടയായ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അവർ അമ്പേ പരാജയപ്പെട്ടു. ദൈവത്തെ കണ്ട കണ്ണുകൾ സൃഷ്ടവസ്തുക്കളുടെ ഭംഗിയിൽ കുടുങ്ങിപ്പോയി. എന്നാൽ ഉണ്ണിയെ കയ്യിലെടുക്കുന്ന യൗസേപ്പും മറിയവും ഉണ്ണിയിൽ നിന്നും കണ്ണുകൾ മാറ്റിയില്ല. ഹൃദയം മറ്റൊന്നിനും നൽകിയില്ല. ഈശോയെ നോക്കി അവരുടെ ജീവിതം പരിശുദ്ധിയുടെ പരിമളമായി. യൗസേപ്പ് മറിയത്തോട് ചോദിച്ചു, ഓ പ്രിയമുള്ളവളെ, നാം എത്ര ഭാഗ്യവാന്മാരാണ്! രക്ഷകനെ കണ്ട കണ്ണുകളും ശ്രവിച്ച കാതുകളും രക്ഷകനെ അനുഭവിച്ച ഹൃദയവും ഉള്ളവർ. അവർ പരസ്പരം ഈശോയെ നോക്കി പറഞ്ഞു, ഓ സ്നേഹമേ, മനുഷ്യനായി അവതരിച്ച സ്നേഹമേ, നിന്നെ പിരിയാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിക്കരുതേ. പ്രാർത്ഥന. ഏറ്റവും നിർമ്മലനായ വിശുദ്ധ യൗസേപ്പേ, എന്നിലെ വിശുദ്ധിയുടെ തീനാവുകളെ നീ പ്രോജ്വലിപ്പിക്കണമേ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി
കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. വിശുദ്ധ യൗസേ പിതാവിനോടുള്ള പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യൗസേ പിതാവേ, അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തുപിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളേണമേ. ആമേൻ. ദൈവിക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു. മഹത്വവാനായ മാർ യൗസേപ്പേ, വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കേണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരേണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യൗസേപ്പേ, ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരേണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. മഹത്വവാനായ മാർ യൗസേപ്പേ, ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ. ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരേണമേ.
ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരയണമേ. അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ. എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷകനായ ക്രിസ്തുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവജനനിയുടെ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകുമാരന്റെ വളർത്തുപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നാഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാധീരനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ ആധാരമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർഭാഗ്യരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്രയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ പാലക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.